ഹലോ, ഗുഡ് മോർണിംഗ്. പുറത്ത് നല്ല തണുപ്പാണ്. ഇന്ന് നമ്മൾ യാത്ര പോവാണ്. അപ്പം ഞങ്ങൾ തന്നെ റെഡിയായി വണ്ടിയിലൊക്കെ കയറി. കണ്ടില്ലേ, ഈ കൂടും തണുപ്പത്ത് പോലും ഒരു പട്ടിക്കുട്ടി. നല്ല തണുപ്പാണ്. ബാംഗ്ലൂർ രാവിലെ ഇറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇന്ന് ഞങ്ങൾ പോകുന്നത് നന്ദി ഹിൽസ് കാണാനാണ്. നന്ദി ഹിൽസ് കേട്ടിട്ടില്ലേ? ഞാനും കെട്ടു മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് പോവുക. ഇതെന്ന് പറയാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മുന്തിരിപ്പാടം കേട്ടോ. കുറേ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ താണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഫുൾ ഷോർട്ട് കട്ടുകളിലൂടെയാണ് പോകുന്നത്. അതായത് ഞങ്ങളൊരു ഉൾഭാഗത്താണ്. അപ്പം നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങണമെങ്കിൽ കൊച്ചു കൊച്ചു തെരുവ് എന്നൊക്കെ പറയത്തില്ലേ, സ്ട്രീറ്റ് റോഡ്സ്, അതേപോലെയുള്ള കൊച്ചു കൊച്ചു സ്ട്രീറ്റ് റോഡ്സ് ആണ്ടിയാണ് നമ്മൾ മെയിൻ റോഡിൽ എത്തുന്നത്. മെയിൻ റോഡിൽ എത്തിയാൽ പിന്നെ ഹൈവേ ആണ് കേട്ടോ. രണ്ട് സൈഡിൽ കൂടെയും നാലുവരിപ്പാതി എന്നൊക്കെ പറയും. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൊന്നുമില്ല, പക്ഷേ ഇവിടെ ഗ്രാമപ്രദേശമായിട്ട് പോലും നാലുവരിപ്പാതയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നന്ദി ഹിൽസിലെ വഴിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. ഹെൽമെറ്റ് ഉണ്ട്. അപ്പം നല്ല തണുപ്പാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു വലിയൊരു ടോൾ പാസ് ഉണ്ട് കേട്ടോ. വലിയത്. നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ പോയാൽ മതി, ടോളൊന്നും കൊടുക്കണ്ട. കാണാൻ തന്നെ ഭയങ്കര വീതിയൊക്കെയുള്ള ഒരു 5-6 വണ്ടികൾക്കൊക്കെ ഒരേ സമയം കടന്നു പോകാൻ പറ്റുന്ന വലിയൊരു ടോൾ ഗേറ്റാണേ. ഇത് ആദ്യം ഞങ്ങൾ ഇങ്ങനെയുള്ള വഴിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ വേറൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് മുമ്പെയാണ് ഞങ്ങൾ നന്ദി ഹിൽസിലേക്ക് പോയത്. അപ്പം അതിന് മുമ്പുള്ള വീഡിയോ കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇതുവഴി പാസ് പോവാറില്ല. വേറൊരു ഉൾവഴി കൂടെ ഞങ്ങൾ വന്ന് ടോൾ ഗേറ്റിന് ഇപ്പുറം വന്നാണ് ഞങ്ങൾ പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ടോൾ ഗേറ്റ് കടന്ന് ഞങ്ങൾ കണ്ടില്ല, ദൂരോട്ട് നോക്കിയാൽ നല്ല കോടയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ എറണാകുളം മൂവാറ്റുപുഴ അത് കണക്കുള്ള പാലങ്ങളൊക്കെ, നല്ല ആർച്ച് പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് ഹസ്ബൻഡിൻ്റെ കമ്പനി കഴിഞ്ഞിട്ടാണ് ഈ പാലമൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി കണ്ട്, ഓലയുടെ മാപ്പ് കണ്ട് വഴി പോയ വഴി കേട്ടോ. പക്കാ കുഗ്രാമം. എങ്ങനെ ഞങ്ങൾ ഇതുവഴി പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് കണ്ടില്ലേ, നമ്മളിവിടെയൊക്കെ കുരുമുളക് സീസണിൽ കുരുമുളക് പറിച്ചിട്ട് വഴിയിൽ ഇടും. എന്തെന്ന് വെച്ചാൽ നമുക്കൊരു വിശ്വാസമുണ്ട്, അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടി വിളവ് കിട്ടാൻ വേണ്ടി. ആൾക്കാർ ചവിട്ടിയിട്ട് ഇരട്ടി വിളവ് കിട്ടാൻ. ഇതെന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇടുന്നതായിരിക്കും. ഇത് കമുകിൻ്റെ കണക്ക് എന്തോ ഒരു തോണ്ട കണ്ടേ, വലിയൊരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് വഴി അങ്ങോട്ടില്ലെന്നാണ്, പക്ഷേ ഞങ്ങൾ ഇതുവഴി തന്നെ പോയി. വളരെ സാഹസികമായിട്ടാണ് പോയത്. ഈ റോഡ് കഴിയുമ്പോൾ ഒരു മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നത്. ഷോർട്ട് കട്ടാണ് കാണിക്കുന്നത്. സംഭവം എളുപ്പമായിരുന്നു, പക്ഷേ അല്പം റിസ്ക് ആയിരുന്നു കേട്ടോ. നല്ല പേടിച്ചു പോയി ഞങ്ങൾ. ഇതൊക്കെ സത്യമാണോ, നമ്മൾ ആരാണ്ട് തട്ടിക്കൊണ്ടു പോകുന്ന കണക്കൊക്കെയാണ് ഞങ്ങൾ പോയതൊക്കെ. എന്തായാലും പോവാം എന്ന് വിചാരിച്ച്. അങ്ങനെ നന്ദി ഹിൽസിലോട്ട് പോകുന്ന വഴിക്കെല്ലാം നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പാണേ. വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 55 കിലോമീറ്റർ അടുപ്പിച്ച് യാത്ര ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അടുത്താന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അടുത്താന്ന് പറയാം. കാരണം ബാംഗ്ലൂരിൻ്റെ എൻഡിലാണ് ഞങ്ങൾ, ആന്ധ്ര ബോർഡറിലാണ്. അപ്പോൾ നന്ദി ഹിൽസും ഇതേ റൂട്ട് തന്നെയാണ്. അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് അടുത്താണ്. നമ്മുടെ നാട്ടിൽ പൊന്മുടിയിൽ ഒക്കെ പോലെ തന്നെ ഹെയർ പിൻ വളവാണ് കേട്ടോ. ഞങ്ങൾ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രസമാണ്. നമ്മൾ പൊന്മുടി പോകുന്ന കണക്ക് തന്നെ കോടയും എല്ലാം ഉണ്ട്. അതേപോലെ നമുക്കൊരു എഫക്റ്റാണ്. പക്ഷെ അങ്ങ് മേളിൽ ചെല്ലുമ്പോഴുള്ള ആ കാഴ്ച സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്തിയപ്പോൾ 7 മണി അടുപ്പിച്ചായി. 6 മണി അടുപ്പിച്ച് ഇറങ്ങി 7 മണി അടുപ്പിച്ചായി എത്തിയപ്പം. പക്ഷെ ഇച്ചിരി കൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിരുന്നു. കാരണം നമുക്ക് ഡിസംബർ മാസ പൂവൊക്കെ 2 സൈഡിലും ഉണ്ടായിരുന്നു. നല്ല രസമാണ്. അത് പല കളറിലെ പൂവാണ്. മഞ്ഞപ്പൂ മാത്രമല്ല, പല കളറിലെ പൂവും കുന്നും ചരുവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ്. എതിരെയൊക്കെ ഒത്തിരി വണ്ടികളൊക്കെ വരുന്നുണ്ട്. അവരെ കണ്ടിറങ്ങിയവരാണ്, പക്ഷേ എന്നാലും കാഴ്ചകൾ നമുക്ക് നല്ലപോലെ കാണാനുണ്ടായിരുന്നു. അടിപൊളിയാണ്. കാണാൻ പറ്റുന്നവരൊക്കെ വരണം. ബാംഗ്ലൂരുള്ളവരൊക്കെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വളവ് തന്നെയാണ്. എനിക്കന്ന് ചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. കൈയൊക്കെ ചൂണ്ടിക്കാണിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. നമ്മുടെ എതിരെയും നല്ലപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു. ചില വണ്ടിയിൽ ഹസാർഡ് ലൈറ്റൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ വന്നത്. അത്രയ്ക്ക് ശ്രദ്ധിച്ച് വേണം വരാൻ. നല്ല ചരിവാണ്. ഓരോരുത്തരൊക്കെ വണ്ടി ഇടയ്ക്കൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ.
അത് നമുക്ക് മറ്റൊരു വണ്ടിക്കാർക്ക് അസൗകര്യം ആവരുത് ചെയ്യുമ്പം. ചെയ്യുന്നത് നല്ലത് തന്നെ, പക്ഷെ ഒതുക്കി നിർത്തിയിട്ട് വേണം അതൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാൻ. അങ്ങനെ കുറച്ച് ടീംസ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കണ്ടില്ലേ, രണ്ട് സൈഡിലും അടിപൊളി പൂക്കളെല്ലാം രസമല്ലേ കാണാൻ. അതുപോലെ നമ്മൾ മേലോട്ട് ചെല്ലും തോറും നല്ല തണുപ്പും കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ തന്നെ നല്ല തണുപ്പാണ്, മേലോട്ട് വേണ്ട നമുക്ക് നല്ല തണുപ്പാണ്. കയ്യിൽ ചൂടുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ അതുപോലെ നല്ലതാണ്. ചിലർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല തണുപ്പ്, അത്രയ്ക്ക് നല്ല തണുപ്പാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല കൂറ്റൻ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കി നിന്നു, അത്രയ്ക്ക് വലുപ്പമുള്ള നല്ല കൂറ്റൻ പാറകളൊക്കെ ഉണ്ട്. മൊത്തവും വളവാണ്, മൊത്തം ഹെയർ പിൻ വളവാണ്. അതുപോലെ അങ്ങ് ദൂരെ കുന്നും മലഞ്ചെരുവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ അതിൻ്റെ അടിവാരം വരെ എത്താറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടിവാരം എത്താറായപ്പം നല്ല അടിപൊളി കോടയല്ലേ, എന്ത് രസമാണ് കാണാനല്ലേ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി നല്ലപോലെ ആസ്വദിച്ചൊക്കെയാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി, ദൈവമേ അവിടെ മേളിലെല്ലാം കോടയും കഴിഞ്ഞോ. കാരണം ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയായിരുന്നു. അടിപൊളി നല്ല മരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, നല്ല ഭംഗിയാണ് കാണാൻ. അതിന് കുറേ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെയിൻ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ നമുക്ക് എൻട്രി പാസ്സൊക്കെ ഉണ്ട്. എൻട്രി പാസ് എടുത്ത് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയിപ്പോവും. ബൈ ബൈ.